ഡിയാഗോ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് എക്സെറ്റ് ഡീസലാണ്. ഡീസൽ ഡിയാഗോ ആണ്. DSG ഗിയർ ബോക്സ് ആണ് വരിക. DSG 7 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരിക. എല്ലാം ഒറിജിനലാണ്. ടയർസ് 4 ബ്രാൻഡ് ന്യൂ ടയർസ് ആണ്. ഓക്കെ, 10-20,000 കിലോമീറ്റർ ചിലപ്പോൾ കൂടുതൽ ഉണ്ടാവാനേ ചാൻസ് ഉള്ളൂ. കൂടി വന്നാലും അത്ര ഉണ്ടാവും. വലിയ ഓട്ടം ഓടിയ പോലെ തോന്നില്ല. പിന്നെ മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. മെയിൻ്റെനൻസ് ഒരു 5,000 രൂപയ്ക്ക് വരുള്ളൂ. ഇൻഷുറൻസ് സിസ്റ്റം എടുക്കാൻ നോക്കുക. ആര് പുറത്ത് കൊണ്ടുപോയിട്ട് എവിടുന്ന് പണിയിച്ചാലും ഇൻഷുറൻസിൽ ക്ലെയിം ഉണ്ടെങ്കിൽ സ്വന്തം പോക്കുന്ന പൈസ എടുത്ത് കൊടുക്കേണ്ടി വരും. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെയും ഞാൻ വീഡിയോ ചെയ്തിട്ട് ഒരൊറ്റ വീഡിയോയിൽ പോലും വില കൂടുതലില്ലാത്ത ഒരേ ഒരു ഷോറൂം സൂപ്പർ വീൽസ് കോഴിക്കോട്. അനിരുദ്ധ് നമ്മുടെ കൂടെ ഉണ്ട്. അനിരുദ്ധ് സുഖല്ലേ? കഴിഞ്ഞ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിട്ട്. ഓക്കെ, അനിരുദ്ധ് ജിഷ്ണു രണ്ടുപേരാണ് ഉള്ളത്. ഓക്കെ, ജൂനിയർ. ഓക്കെ, അപ്പോ ഷോറൂം ലൊക്കേഷൻ ആദ്യം പറഞ്ഞു കൊടുത്തത്. ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത് ഇപ്പൊ നമ്മൾ കോഴിക്കോട് നിന്ന് മലാപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം. മലാപ്പറമ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ വയനാട് റോഡിലെ സൈഡിലേക്ക് വന്നാൽ പാറോപ്പടി എന്ന് പറഞ്ഞ ജംഗ്ഷൻ, അവിടുന്ന് അതിന്റെ ബസ് സ്റ്റോപ്പിന് നേരെ ഓപ്പോസിറ്റ്. അതാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീഡിയോ കാണാം. ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്തിരിക്കും. കാരണം വെച്ചാൽ അത്രയും വിലപ്പാകത്തിൽ ക്വാളിറ്റി വണ്ടികൾ, വെറുതെ തല്ലിപ്പൊളി വണ്ടികളല്ല, ക്വാളിറ്റി വണ്ടികൾ ഷോറൂമാണ്. അത്രയും ഗ്യാരണ്ടി ആയിട്ട് എനിക്ക് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരുപാട് കാലമായി വീഡിയോ ചെയ്യുന്നു. ഇന്നത്തെ സ്റ്റോക്കിൽ ടൈപ്പ് ഉണ്ട് തോന്നല്ലോ? എല്ലാ ടൈപ്പും ഉണ്ട്. നമ്മള് 9.5 ലക്ഷം രൂപന്റെ ഫോർച്യൂണർ ഉണ്ട്. ഏറ്റവും പരിചയമുള്ള 1-2 മുഖങ്ങളുണ്ട്. 1-2 ആണ് പഴയ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ വിലപ്പാകം അല്ല, ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ഉള്ളത് 99,000 സാൻഡ്രോ ഉണ്ട്. എല്ലാ വണ്ടികളുണ്ട്. ഫിയറ്റിന്റെ പുണ്ടോ, ക്യാമറി, എല്ലാ റേഞ്ച് വണ്ടികളും ഉണ്ട്. ഡീസൽ ഉണ്ട്, ആസ്പയർ ഡീസൽ, ക്യാമറി പെട്രോള്, വെർണ ഡീസൽ ഓട്ടോമാറ്റിക്. എന്തായാലും നമുക്ക് കാണാം. നിങ്ങൾ എന്തായാലും പെരുന്നാളായിട്ട് നിങ്ങൾക്ക് ഒരു വണ്ടി സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം. പെരുന്നാൾ, വിഷു ഒക്കെ വരാൻ പോകാം. എല്ലാം അടുപ്പിച്ചാണ് വരുന്നത്. അപ്പൊ എല്ലാത്തിനുള്ള ഗംഭീര ഓഫറുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. ഇനി ഇവിടുന്ന് ഈ വണ്ടി സ്റ്റോക്ക് തീർന്നു പോയാലും ജിഷ്ണു അടുത്ത വീഡിയോ ചെയ്യുന്നതിന് മുന്നേ വണ്ടി കയറി കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാം വണ്ടികൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അത് ഫോളോ ചെയ്ത് കയറി കഴിഞ്ഞാൽ പുതിയ വണ്ടികളുടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, വീഡിയോയിലോട്ട് പോയാലോ? വീഡിയോയിൽ പോകാം. ഓക്കെ, വെൽക്കം. ഓക്കെ, വീഡിയോട്ടോ. ആദ്യ വാഹനം ഹ്യുണ്ടായ് സാൻഡ്രോ ആണ്. KL 35 രജിസ്ട്രേഷനുള്ള സാൻഡ്രോ. എങ്ങനെയാണ് ഇത്? 2010 സാൻഡ്രോ. 10 സാൻഡ്രോ GLS, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. എല്ലാ സാധനവും വർക്കിംഗ് ആണ്. ഓക്കെ, 1.10 ഓട്ടോയിൽ കാണുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ഓക്കെ, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വേറെ വലിയ അപാകതകളോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഫിറ്റ് ഫിനിഷ് ഉള്ള പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. 2025 ജൂൺ വരെ പേപ്പറെല്ലാം ഫിറ്റ് ആണ്. ഇൻഷുറൻസ് ഫുൾ കവറും ഉണ്ട്. നമുക്കൊരു ഓഫർ പ്രൈസിൽ 99,000 കൊടുക്കാം. 99,000. 2025 വരെ പേപ്പർ ഉണ്ടാവും ഈ വാഹനത്തിന്. അതിനുശേഷം ടാക്സ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. 99,000 രൂപയ്ക്ക് ഈ ഒരു അടിപൊളി സാൻഡ്രോ എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് സ്വന്തമാക്കാം. മൈലേജ് ഏകദേശം ഒരു 15-16 മൈലേജ് കിട്ടും. സർവീസ് കോസ്റ്റ് ഒരു 4,000. ലോണ് കിട്ടില്ല. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇതൊരു വാഗണർ ആണ്. KL 8 രജിസ്ട്രേഷൻ. KL 8 കുറെ കാണുന്നുണ്ടല്ലോ. എങ്ങനെ പറയുള്ളൂ? KL 8 KL 7 ആണ്. ഞങ്ങൾ ആ ഭാഗത്താണ് കൂടുതലും വണ്ടി എടുക്കില്ല. അവിടെ നല്ല വണ്ടികൾ കിട്ടും. അതുകൊണ്ടാണ് അവിടെ. ഇത് ഒരു സബ്സ്ക്രൈബർ, നിങ്ങളെ സബ്സ്ക്രൈബർ ഞങ്ങളടുത്തൊരു എക്കോസ്പോർട്ട് ടൈറ്റാനിയം ഉണ്ടായിരുന്നു. ടൈറ്റാനിയം പ്ലസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരു വൈറ്റ് കളർ വണ്ടി ചെയ്തിരുന്നു. അതായത് എക്സ്ചേഞ്ച് ചെയ്തതാണ്. അങ്ങനെ വന്ന വണ്ടിയാണ്. അപ്പൊ സബ്സ്ക്രൈബർ എക്സ്ചേഞ്ച് ചെയ്ത വണ്ടിയാണ്. സബ്സ്ക്രൈബറിന്റെ വാഹനമാണ്. നല്ല വണ്ടിയാണ്. അതില് കിലോമീറ്റർ 45,000 കിലോമീറ്റർ ആണ് ഓടിയത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. ആ സബ്സ്ക്രൈബർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കമന്റ് അടിക്കാം. കണ്ടീഷൻ നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്തോ അല്ല, വണ്ടി നല്ലതാണ്. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക് വാഗണർ ആണ്. ഓട്ടോമാറ്റിക് 2016 ഓട്ടോമാറ്റിക് VXI വാഗണർ. VXI ഓട്ടോമാറ്റിക്, സെക്കൻഡ് ഓണർ, 45,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് AMT ഗിയർ ബോക്സ് ആണ് വരിക. മൈലേജ് ഉണ്ടാവും. മൈലേജ് ഒരു 18-17 റേഞ്ചിൽ മൈലേജ് ഉണ്ടാവും. കിട്ടുമ്പോൾ തന്നെ കിട്ടും. പിന്നെ ഇതിന്റെ AMT എന്ന് പറഞ്ഞാൽ സെലാരിയോന്റെ AMT ഒരു വ്യത്യാസമുണ്ട്. ചെറിയൊരു ഹോൾഡിംഗ് ഉണ്ടാവും. ചെറിയൊരു ഹോൾഡിംഗ് ഉണ്ടാവും. മറ്റേ സെലാരിയോ കയറ്റത്തിന് നമ്മൾ ഒറ്റയടിക്ക് ബാക്കോട്ട് ഇത് ചെറുതായിട്ട് ഹോൾഡിംഗ്. സെക്കൻഡിലേക്ക് ഹോൾഡിംഗ്. സെലാരിയോ ഇതായിട്ട് അതാണുള്ളത്. അത് ഓടിച്ചു നോക്കുന്ന ആൾക്കാർ കമന്റ് ചെയ്യുക. കാരണം രണ്ടും ഡിഫറൻസ് ഉള്ളതാണ്. തീർച്ചയായും. പിന്നെ റേറ്റ് വരുന്നത് 4,28 ആണ്. 4,28 നമുക്കൊരു 3.5 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം.
3,50,000 രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും. 4,28,000 ആസ്ക് ചെയ്യുന്നത്. അപ്പോ ഏകദേശം ഒരു 10,80,000 രൂപ കണ്ടാൽ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാൻ പറ്റുന്നതാണ്. അവിടെ റോഡിൽ ഒരു ബ്ലോക്ക്, വെറുതെ അനാവശ്യമായിട്ട് ഒരു ബ്ലോക്ക് ഹോൺ അടിക്കാം, റോഡ് അടിച്ച് കളിക്കാം. വെറുതെ എന്ത് കാര്യം, മെയിൻ റോഡ് അതിനെക്കൊണ്ട് മാറിക്കൊടുത്താൽ ബ്ലോക്ക് ഒഴിവായിപ്പോ, മാറിക്കൊടുക്കൂല. മെയിൻ റോഡ് അതിനെക്കൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. നമ്മൾ വണ്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക, പരമാവധി മാറി കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഫിയറ്റിന്റെ ഒരു ക്ലാസ് മാസ് വാഹനം അവെഞ്ചർ ആണ്. KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനം. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാണ്. അതിൽ ഒരു ചെറിയ പ്രശ്നം പറ്റി വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ലോൺ അപ്ലൈ ചെയ്ത് ഈ വണ്ടിക്ക് ലോൺ കൊടുക്കില്ല, ലോൺ കിട്ടുന്നില്ല. ഇല്ല, ലോൺ കിട്ടില്ല. അപ്പൊ ലോൺ തീരാൻ നോക്കണ്ട. ഓക്കെ, റെഡി പേയ്മെന്റ് ഉള്ള കസ്റ്റമർ മാത്രം നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെ ഡിലേ ആയിപ്പോയി, അങ്ങനെ പറ്റിയത്. ഡീറ്റെയിൽ എന്ന് വെച്ചാൽ 2016 അവെഞ്ചറ, 98,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടിയാണ്. അതിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഇമോഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അതിൽ എയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗ്, ABS, LOC, AC, പവർ സ്റ്റിയറിംഗ്, 4 പവറിന്റെ സെൻട്രൽ ലോക്ക്, ക്ലൈമറ്റ് AC, സൈഡ് മിറർ ഇലക്ട്രോണിക്, എല്ലാ അത്ര സാധനങ്ങളാണ് വരിക. അതായത് ഇതിനൊരു ക്രോസ് ഓവർ സെഗ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതെ, എറ്റിയോസ് ക്രോസ്, അതേപോലെ അപ്പോളോ ക്രോസ്, അതേപോലെ ഒരു ക്രോസ് വണ്ടി. ക്രോസ് വണ്ടിയാണ്. ക്രോസ് എന്ന് പറഞ്ഞാൽ ഇത് എറ്റിയോസ് ക്രോസ് പോലെ ഒന്നല്ല, കുറച്ചൊരു എന്താ പറയാ, ഒരു കോമ്പാക്ട് മിനി SUV സെഗ്മെന്റിലേക്ക് നോക്കുന്ന ഒരു ടൈപ്പ് വാഹനമാണ്. അങ്ങനത്തെ ഒരു ലുക്കാണ്. പിന്നെ ഫിയറ്റിന്റെ സർവീസ് വേണമെങ്കിൽ ജീപ്പിന്റെ സർവീസ് സെന്ററിൽ ഇപ്പോഴും എല്ലാ ജീപ്പിന്റെ ഷോറൂമിലും ഫിയറ്റിന്റെ സർവീസ് ഉണ്ട്. ഓക്കെ, അപ്പോ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സർവീസ് കോസ്റ്റ് കമ്പനി ചെയ്യാൻ ഒരു 9,000 10,000 ആ റേഞ്ചിൽ വരും. പുറത്തുനിന്ന് ചെയ്യാൻ ഒരു 5,000. നിങ്ങൾക്ക് അറിയുന്ന ഇൻഷുറൻസ് ഏജന്റുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി നിങ്ങൾ യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ സർവീസ് ഹിസ്റ്ററി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് ഹിസ്റ്ററി എടുക്കാൻ നോക്കുക. ആര് പുറത്ത് കൊണ്ടുപോയിട്ട് എവിടുന്ന് വേണമെങ്കിൽ ഇൻഷുറൻസിൽ ക്ലെയിം നിങ്ങൾ സ്വന്തം പോക്കുന്ന പൈസ എടുത്ത് കൊടുക്കേണ്ടി വരും. അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് എടുക്കാം. സർവീസ് ഹിസ്റ്ററി പോലും ഇല്ലാത്ത സാധനം ഇൻഷുറൻസ് ഹിസ്റ്ററി കിട്ടും. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെക്ക് ചെയ്തിട്ട് എടുക്കാം. സർവീസ് ഹിസ്റ്ററിയിൽ കമ്പനി കയറ്റിയാലേ ഉണ്ടാവുള്ളൂ. കമ്പനി കയറ്റിയാലേ ഉണ്ടാവും. അതാണെന്ന് പുറമെ ചെയ്താലും തപ്പിക്കോ, അങ്ങനെ നമ്മളാരും പറ്റിക്കണ്ട. ഏതെങ്കിലും ഒരു ഏജന്റ് ഉണ്ടെങ്കിൽ അവരെടുത്ത് തരും. അത്രേ ഉള്ളൂ. പിന്നെ നമ്മളിനി മൈലേജ് പറയാനുള്ള മൈലേജ് ഒരു 16 മുതൽ 19, ഡീസൽ ഒരു 16 മുതൽ 20 ആ റേഞ്ചിൽ മൈലേജ് കിട്ടും. സർവീസ് കോസ്റ്റ് പറഞ്ഞ് ലോൺ കിട്ടൂല. പറഞ്ഞോ, എത്ര പ്രൈസ്? ഇത് 3,28,000 കൊടുക്കാം. 3,28,000 രൂപയ്ക്ക് 2016 അവഞ്ചർ ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ വാഹനം സ്വന്തമാക്കാം. ലോൺ കിട്ടുന്നില്ല, ലോൺ കിട്ടില്ല. റെഡി ക്യാഷ് നിങ്ങളത് നോക്കിക്കോ. ഓക്കെ, അടുത്ത ഹോണ്ട സിറ്റി KL30 രജിസ്ട്രേഷനുള്ള ഹോണ്ട സിറ്റിയാണ്. 2010 ഹോണ്ട സിറ്റി പെട്രോൾ ആണ്. ഓക്കെ, പെട്രോൾ ഇറങ്ങിയല്ലോ ഹോണ്ട. ഹോണ്ട പെട്രോൾ ഇറങ്ങിയല്ലോ. ഒറിജിനൽ കേരള വണ്ടിയാണ്. 3rd ഓണർ ആണ്. 150 ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ശരി. കാര്യങ്ങളോ ഇല്ല, ഒരു റീപ്ലേസ്മെന്റും ഇല്ല, ഒന്നുമില്ല. ബമ്പറൊക്കെ പറയണ്ടാവില്ല, ബോഡിയിൽ ഒരു സാധനം റീപ്ലേസ് ഇല്ല. പിന്നെ അതിൽ ഫീച്ചേഴ്സ് വരുന്ന ഡ്യുവൽ എയർ ബാഗ്, ABS, AC, പവർ സ്റ്റിയറിംഗ്, 4 പവറിന്റെ സെൻട്രൽ ലോക്ക്, കമ്പനി മ്യൂസിക് സിസ്റ്റം, സൈഡ് മിറർ ഇലക്ട്രോണിക്, അത്ര സാധനങ്ങൾ അതിൽ വരെ. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാ സാധനവും വർക്കിംഗ് ആണ്. 2010 ജൂലൈ അങ്ങനെ എന്താണ് വരുന്നത്. അപ്പോൾ അടുത്ത വർഷം ജൂലൈ ആകുമ്പോൾ റിന്യൂവൽ വരും. ഇൻഷുറൻസ് ഒക്കെ ഫുൾ കവർ ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ഫൈനൽ പ്രൈസ് ആയിട്ട് 2,48,000 കൊടുക്കാം. 2,48,000 രൂപയ്ക്ക് 2010 ഹോണ്ട സിറ്റി. ഇത് ടോപ്പനാണോ? ഇത് അല്ല, എസ് ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്. ഓക്കെ, 2010 മിഡിൽ ഓപ്ഷൻ ഹോണ്ട സിറ്റി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോൺ ചാൻസ് ഇല്ലല്ലോ? ലോണൊന്നും കിട്ടില്ല. മൈലേജ് അത്യാവശ്യം കിട്ടും. 14 മുതൽ ഒരു 17 വരെ മൈലേജ് കിട്ടും. നോക്കി ഓടിച്ചാൽ മതി. മൈലേജ് കിട്ടും. 1.5 ഇഞ്ച് വരെ. ലോൺ കിട്ടില്ല. സർവീസ് കോസ്റ്റ് ഒരു 5,000-6,000 ആ റേഞ്ചിൽ വരാം. കമ്പനിയിൽ നിന്ന് ചെയ്യണത്. ഒരു ടിയാഗോ വന്നു. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള ഒരു ടിയാഗോ. ഫസ്റ്റ് ടിയാഗോ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് എക്സെറ്റ് ഡീസലാണ്. ഡീസൽ ടിയാഗോ ആണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ. അന്നത്തെ ഫുൾ ഓപ്ഷൻ ടിയാഗോ. ഏതാ മോഡല്? 2016. 2016 ടിയാഗോ ഡീസൽ, മാനുവൽ, എക്സെറ്റ്. ഓക്കെ, അതിൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. ആകെ 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. ഫുൾ കമ്പനി സർവീസും ഉണ്ട്. ക്വാളിറ്റി വണ്ടിയാണ്. അതിൽ എക്സെറ്റ് ആയതിനെ കൊണ്ട് എയർ ബാഗ്, ABS, ഹാർമാന്റെ സ്റ്റീരിയോ വരും. ഓക്കെ, ഈ ലോ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഡീസൽ സംബന്ധിച്ച് കൊണ്ട് ഓടുന്ന ഒരു കിലോമീറ്റർ അല്ലേ, അതായത് പറഞ്ഞാണ് ലോ കിലോമീറ്ററിന്. ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഫീച്ചേഴ്സ്, അലോയ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല അഡീഷണൽ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈലേജ് ഒരു ഹൈലൈറ്റ് ആണ്. മൈലേജ് അറിയാലോ, ഇതിന് 22 to 25 മൈലേജ് കിട്ടും. അത്ര മൈലേജ് കിട്ടും. സർവീസ് കോസ്റ്റും കുറവായിരിക്കും. ഒരു 5,000 4,000 അത്ര സർവീസ് കോസ്റ്റ് ആണ്. ഇത് ഒരു ഓഫർ പ്രൈസിൽ നമുക്ക് കൊടുക്കാം. 3,48,000 കൊടുക്കാം. 3,48,000 രൂപയ്ക്ക് 2016
ടിയാഗോ എക്സെറ്റ് ഡീസൽ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിലൊരു 2.25-3 റുപ്യ റേഞ്ച് ലോണും ചാൻസ് ഉണ്ട്. 2.25 എന്തായാലും കിട്ടും. ഓക്കെ, 3 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ചെറിയ എമൗണ്ട്, ഒരു 50,000 രൂപ ഉണ്ടല്ലോ ഇറക്കാൻ പറ്റില്ല. 50,000 മുതൽ 75,000 വരെ ഉണ്ട് ഇറക്കാൻ പറ്റുന്ന വാഹനമാണ് ടിയാഗോ. നല്ല മൈലേജ് അതാണ് ഹൈലൈറ്റ്. അടുത്ത വണ്ടി ഈ സെയിൽസ് അങ്ങനത്തെ ആൾക്കാർക്കെല്ലാം കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടി. തീർച്ചയായും i20 ആണ്. കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷനുള്ള KL 57 രജിസ്ട്രേഷൻ വരുന്ന i20 എലൈറ്റ് ഷേപ്പ് ആണ്. പറയുള്ളൂ. ഇത് 2014 i20. ഓക്കെ, i20 സ്പോർട്സ് ഓപ്ഷനൽ. ഓക്കെ, ഫുള്ളിന്റെ താഴെ വരുന്ന ഓപ്ഷൻ, തൊട്ട് താഴെ വരുന്നത്. പുഷ്പട്ടം വരുന്നുണ്ട്. പുഷ്പട്ടം വരും, അലോയും ഉണ്ടാവുമല്ലോ. പുഷ്പട്ടം വരും, 16 ഇഞ്ചിന്റെ അലോയും വരും. അലോയും വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഓപ്ഷനിൽ വരുന്ന മെയിൻ വ്യത്യാസം. ഓക്കെ, പെട്രോൾ അല്ല ഡീസലാണ്. ഡീസലാ? മൈലേജ് ഉണ്ടാവും, നല്ല മൈലേജ് ഉണ്ടാവും. 2014 സ്പോർട്സ് ഓപ്ഷനൽ ഡീസൽ, സെക്കൻഡ് ഓണർ, 1.19 ഓട്ടം. 1.19 ഇപ്പൊ കമ്പനി സർവീസ് ചെയ്തിട്ടുണ്ട്. ടയർസ് എല്ലാം 4 നല്ല ടയർസ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്ലീൻ വണ്ടിയാണല്ലോ. ക്ലീൻ വണ്ടിയാണ്. ഓക്കെ, സ്പോർട്സ് ഓപ്ഷനിൽ അതിനെ കൊണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ടും അലോയും വരും. അതുകൂടാതെ എയർ ബാഗ്, ABS, AC പവർ സ്റ്റിയറിംഗ്, 4x4 സെന്റർ ലോക്ക്, ക്ലൈമറ്റ് AC, ഡിഫോഗർ അത്രയും വരും. ആസ് ആയിട്ട് ബാക്ക് വൈപ്പറും ഉണ്ടാവില്ല, പാസഞ്ചർ എയർ ബാഗും ഉണ്ടാവില്ല. ബാക്കി എല്ലാ സാധനവും എല്ലാ സാധനവും വാഹനമാണ്. 2014 i20 ഡീസൽ സ്പോർട്സ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല, വർക്ക് കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇപ്പൊ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്താണ്. ഒരു 18-20 മൈലേജ് കിട്ടും. 18-20 മൈലേജ് കിട്ടും. എത്ര കൊടുക്കാം? ഫൈനൽ പ്രൈസ് 4.48 കൊടുക്കാം. അതിലൊരു 4 ലക്ഷം രൂപ വരെ നമുക്ക് ലോണും ചെയ്യാം. ശരി, ലോണും ചെയ്യാൻ പറ്റും. 50,000 ഉള്ളിൽ കണ്ടാല് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡീസൽ അടിപൊളി ഡീസൽ i20 ആണ്. അതിന്റെ അകത്ത് സർവീസ് കോസ്റ്റ് ഒരു 5,000-6,000 രൂപ വരെ കമ്പനിയിൽ ചെയ്യാൻ സർവീസ് കോസ്റ്റ്. ഇതെല്ലാം പറയുന്നത് ജനറൽ സർവീസ് ആണ്. ജനറൽ സർവീസ് സർവീസ് ആണ് പറയുന്നത്. അഡീഷണൽ ആയിട്ട് മാറേണ്ട സർവീസിന് എന്തായാലും എക്സ്പെൻസ് വേറെ കൂടും. ഓക്കെ, അടുത്ത ടൊയോട്ടയുടെ ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ് ടൊയോട്ട ക്യാംറി KL 11 കോഴിക്കോട്. രജിസ്ട്രേഷൻ ആണോ? അല്ല, നമ്പറായ വണ്ടി. 2008 ക്യാമറി. 2008 ക്യാമറി ഓണർഷിപ്പ് 3rd or 4th എന്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന് KL 11 നമ്പറായ വണ്ടിയാണ്. ഓക്കെ, പേപ്പർ ഇപ്പൊ എത്ര വരെ ഉണ്ട്? റിന്യൂവൽ എടുത്ത വണ്ടിയാണ്. 2008 ജൂൺ വണ്ടിയാണ്. അപ്പോൾ ഇനി 2028 ജൂൺ വരെ എല്ലാ പേപ്പറും ഫിറ്റാ. പുതിയ പേപ്പർ എടുത്തതാണ്. ഇൻഷുറൻസും പുതിയതാണ്. ഫുൾ കവർ ഇൻഷുറൻസും ഉണ്ട്. ടാക്സ് എല്ലാം പുതിയ തന്നെ വരുന്നത്. 28 ജൂൺ വരെ എല്ലാ പേപ്പറും ഫിറ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതില് എല്ലാ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കുറെ എയർ ബാഗ് വരുന്നുണ്ട്. 7 എയർ ബാഗ് വരുന്നുണ്ട്. സീറ്റ് അഡ്ജസ്റ്റബിൾ, ഇലക്ട്രിക് സീറ്റ്, ഡ്യുവൽ സോൺ ക്ലൈമറ്റ് AC, ABS, ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സൈഡ് മിറർ, ഇലക്ട്രോണിക്. അതിൽ വരാത്ത സൺറൂഫ് വരുന്നില്ല എന്നുള്ളൂ. ബാക്കി ഒരുവിധം എല്ലാ സാധനം വരും. മൈലേജ് പ്രതീക്ഷിക്കണ്ടല്ലോ. മൈലേജ് 10-12 അത്ര പ്രതീക്ഷിച്ചാൽ മതി. 2.4 ആണ്. പിന്നെ മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. മെയിൻ്റെനൻസ് ഒരു 5,000 രൂപയ്ക്ക് വരുള്ളൂ. അതായത് ഇത്രയും ഫീച്ചേഴ്സിൽ നിങ്ങൾക്ക് കൊണ്ട് നടക്കണമെങ്കിൽ, ഒരു പ്രീമിയം കാറ്റഗറി കൊണ്ട് നടക്കണമെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. പ്രീമിയം കാറ്റഗറിയിൽ ധൈര്യമായിട്ട് എടുക്കാം. മൈലേജ് മാത്രം കൺസേൺ ചെയ്താൽ മതി, പണി വരില്ല. അതാണ് ടൊയോട്ടയുടെ ഒരു ടൊയോട്ട. അതിനെ കൊണ്ട് പിന്നെ ഗ്ലോബൽ വെഹിക്കിൾ ആണ്, എല്ലാ രാജ്യത്തും ഇറങ്ങുന്ന വണ്ടിയാണ്. അപ്പൊ എങ്ങനെയാ പ്രൈസിങ്? എങ്ങനെയാണ് ഇത്? നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് 1,88,000 രൂപ കൊടുക്കാം. 1.88-ന് 2028 വരെ ഫുൾ പേപ്പറുള്ള ടൊയോട്ടയുടെ ക്യാംറി നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിനകത്ത് മൈലേജ് നമ്മൾ പറഞ്ഞു 10-12. സർവീസ് കോസ്റ്റ് ആവറേജ് ഒരു 5,000-6,000 ആണ്. ഓയിൽ ഫിൽറ്റർ കാരണം മേജറായിട്ട് ഇനി വർക്ക് കാര്യങ്ങളൊന്നുമല്ല. ടയർസും കാര്യങ്ങളൊക്കെ നല്ലതാണ്. വലിയ കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. വേറെ ടയർ പിന്നെ നമ്മൾ എന്തായാലും മാറി കൊടുക്കണം. വേറെ ടയർ എന്തായാലും മാറി കൊടുക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഹ്യുണ്ടായ് വെർണ KL 7 എറണാകുളത്ത് രജിസ്ട്രേഷനുള്ള ഹ്യുണ്ടായ് വെർണയാണ്. ഇപ്പൊ ഇറങ്ങുന്ന ഷേപ്പിന്റെ തൊട്ട് മുന്നിൽ. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? 2017 വെർണ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരിക. ഓട്ടോമാറ്റിക് AT ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് വരും. അത് വണ്ടി സെക്കൻഡ് ഓണർ ആണ്. 51,000 കിലോമീറ്റർ. ഓക്കെ, 51 വലിയൊരു ഓട്ടം പോയില്ല അല്ലേ? ഇല്ല, ഓട്ടം കുറവ്. 18 മോഡൽ, 17 മോഡൽ. സോറി 17. അപ്പൊ വലിയൊരു ഓട്ടം പോയില്ല. ഇല്ല, കുറവാണ്. അതില് സർവീസും ചെയ്തിട്ടുണ്ട്. 52 സർവീസ് ചെയ്തിട്ടുണ്ട്. 50,000 സർവീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫീച്ചേഴ്സ് വരെ AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ, സെന്റർ ലോക്ക്, ക്ലൈമറ്റ് AC, ഡ്യുവൽ എയർ ബാഗ്, ABS, സൈഡ് മിറർ, ഇലക്ട്രോണിക് അലോയ് വീലും വരും. ഏത് ഓപ്ഷൻ ആണോ? EX പറഞ്ഞ വേരിയന്റ്. EX-ൽ തന്നെ നല്ല വരും. സ്റ്റാർട്ട് ഉണ്ടാവില്ല, സൺറൂഫ് ഉണ്ടാവില്ല, സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല. അതിൽ തന്നെ ഒരുമാതിരി എല്ലാ വേരിയന്റ്. അതിൽ XX-ൽ അതാണ് അതിൽ വ്യത്യാസം വരിക. സൺറൂഫ് ഉണ്ടാവും. 6 എയർ ബാഗ് വരും XX-ൽ. ഇതിൽ 2 എയർ ബാഗ് ഉണ്ടാവും. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവും. അത് ഇതിലുണ്ടാവില്ല. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. സീറ്റ് വെന്റിലേഷൻ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അത് വരില്ല. ഇതിലെല്ലാം ടോപ്പിലുണ്ടാവില്ല. ടോപ്പിലുണ്ടാവില്ല. അത് ഇതിന്റെ അടുത്ത ഷേപ്പിലാണ് വരിക. ഓക്കെ, അപ്പോ വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഫ്രണ്ട് ബമ്പർ റീപ്ലേസ് ഉണ്ട്. ബമ്പർ മാത്രം. കമ്പനിയിൽ ഇല്ലല്ലോ, ഉള്ളോട്ടൊന്നുമില്ല. ഹിസ്റ്ററിയിലുണ്ട്. മൈലേജ് എത്ര കിട്ടും? മൈലേജ്
18 to 20 കിട്ടും. ഓട്ടോമാറ്റിക് കിട്ടുമോ? ഇത് ഓടിച്ചു വന്ന ആൾക്ക് 20 വരെ കിട്ടിയിട്ടുണ്ട്. ഡ്രൈവറാണ് ഓടിച്ചു വന്ന ആൾക്ക് 20 വരെ മൈലേജ് കിട്ടിയിട്ടുണ്ട്. ടൗണിലൊരു 14-15, ഹൈവേയിൽ ഒരു 18 to 20 കിട്ടും. എത്ര കൊടുക്കാം? ഇത് 7,48,000 രൂപ കൊടുക്കാം. അതിന്റെ അകത്ത് ഏകദേശം ഒരു 6.5 ലക്ഷം രൂപ നമുക്ക് ലോണും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു 1 lakhന്റെ അടുത്ത് കണ്ടാൽ മതി. 6 ലക്ഷം കിട്ടുന്നുണ്ട്. 98,000 രൂപ കണ്ടാൽ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. 7,48,000 രൂപയ്ക്ക് 2017 ഓട്ടോമാറ്റിക് ടുണ്ടെ വർണ്ണ ഡീസൽ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോ കിലോമീറ്റർ വണ്ടിയാണ്. അതെ. ലോണ് എത്ര? ലോണ് നമ്മൾ പറഞ്ഞു 1 lakh 6,000-7,000 ആ റേഞ്ചിൽ സർവീസ് കോസ്റ്റ് വരും. ഓക്കെ, നീറ്റ് ആൻഡ് ക്ലീൻ വാഹനം, ലോ കിലോമീറ്റർ, ഒരു ഓട്ടോമാറ്റിക് ഡീസൽ വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക് ഫോർച്യൂണർ KL 35 രജിസ്ട്രേഷൻ ടോയോട്ട ഫോർച്യൂണർ ആണ്. സെക്കൻഡ് ടൈപ്പ് ആണല്ലേ? അല്ല, ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്താ 2011 ഫോർച്യൂണറാണ് ഫേസ് ലിഫ്റ്റ് ചെയ്തതാണ്. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. ഇത് ടൈപ്പ് 2 ആക്കിയതാ. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത വണ്ടിയാണ്. ലോണ് ഇങ്ങനെ കൊടുത്തിട്ട് റെഡി ആവാഞ്ഞ കേസാണിത്. ഓക്കെ, 2011 ആണ്. 2011 റീവണ്ടിയാണ്. പിന്നെ ഓട്ടോമാറ്റിക്കാ? അല്ല, മാനുവൽ. 2012 ശേഷമാണ് ഫോർ വീൽ ഡ്രൈവ് മാനുവൽ. ഫോർ വീൽ ഡ്രൈവ് മാനുവൽ. ഓക്കെ, അതില് എയർ ബാഗ്, ABS, AC പവർ ഫോർഡർ, സെൻട്രൽ ലോക്ക് സിസ്റ്റം എല്ലാം വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ഒക്കെ വരുന്നുണ്ട്. ഈ ഫേസ് ലിഫ്റ്റ് അല്ലാണ്ട് വേറെ മേജർ ആയിട്ടുള്ള പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ല. അതില് ഫേസ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ബോണ്ട് മാറും. എന്തായാലും മാറും. ബോണ്ട്, ഫ്രണ്ട്, ഇതൊക്കെ മാറും. ബമ്പർ, ബാക്കിലെ ബമ്പർ, ഈ യൂണിറ്റ് മൊത്തം മാറും. അതൊക്കെ മാറും. അലോയ്സ് അടക്കം ഫേസ് ലിഫ്റ്റ് ചെയ്ത വേർഷന്റെ അലോയ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് മേജർ ആയിട്ട് ചേസ്, അതേപോലെ തന്നെ ബോഡി ഡോറ് കാര്യങ്ങളൊക്കെ, ഡോറല്ല അതിന്റെ പില്ലേഴ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അതെ, അത്രേ ഉള്ളൂ. അപ്പോ പ്രൈസിങ് എങ്ങനെ ഇതിപ്പോ? ഇത് 9,75 കൊടുക്കാം. അതില് ഏകദേശം 6 ലക്ഷം രൂപ എലിജിബിൾ ആയിട്ടുള്ള കസ്റ്റമർക്ക് ലോൺ ചെയ്യാം. ഇതിന് ലോൺ ഒരു 2 കൊല്ലോ 3 കൊല്ലത്തിന്റെ ഉള്ളിലാണ് കിട്ടുക. അതിന് മുകളിൽ ലോൺ കിട്ടില്ല. 6 ലക്ഷം രൂപ വരെ ലോൺ കിട്ടുള്ളൂ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ കസ്റ്റമറുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് 4 വർഷം വരെ ലോൺ വേണം. അപ്പൊ ഈ 2 വർഷം 2.5 വർഷത്തിന്റെ ഒക്കെ ലോൺ വരുമ്പോൾ നല്ല EMI കൂടും. ആ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് നടക്കാതെ പോയത്. അതിന്റെ അകത്ത് ഏകദേശം 6 ലക്ഷം രൂപ ലോൺ വരുന്ന സമയത്ത് ഏകദേശം 25,000-30,000 രൂപ അടുത്ത് EMI വരും. 2 കൊല്ലത്തേക്കൊക്കെ ചെയ്യണമെങ്കിൽ ഏകദേശം പറഞ്ഞോ. ഓക്കെ, ഏകദേശമാണ്. 2011 മോഡൽ ഫോർ വീൽ ഡ്രൈവ് മാനുവൽ ഫോർച്യൂണർ 9,20,000 അല്ലേ പറഞ്ഞത്? 9,70,000. മൈലേജ് 12-13 ആ റേഞ്ചിൽ മൈലേജ്. സർവീസ് കോസ്റ്റ് ഒരു 6,000 മുതൽ 8,000 രൂപ വരെ സർവീസ് കോസ്റ്റ് കമ്പനിയിൽ നിന്ന് ചെയ്യാൻ വരും. ഓക്കെ, ലോണും നമ്മൾ പറഞ്ഞു. അത് എലിജിബിലിറ്റി നോക്കണം. മാക്സിമം ഒരു 6 ലക്ഷം വരെ ഒക്കെ കണ്ടാൽ മതി. മാക്സിമം കഴിയുന്നത് ലോൺ എമൗണ്ട് കുറയ്ക്കുന്നതല്ല, അപ്പൊ EMI കുറഞ്ഞു വരും. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോലോ. അടുത്ത സ്കോഡ റാപ്പിഡ് ആണ്. KL 46 ഗുരുവായൂർ രജിസ്ട്രേഷനുള്ള വാഹനമാണ്. എങ്ങനെയാണ് ഇത്? 2013 റാപ്പിഡ് ഡീസൽ ആക്റ്റീവ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഓക്കെ, ഓണർഷിപ്പ് 3rd ആണ്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ മിഡില് അല്ല, ബേസ് ആണ്. ബേസിലൊക്കെ അതിൽ ഒരുവിധ എല്ലാ സാധനങ്ങളും വരും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, റിമോട്ട് സെന്റർ ലോക്ക്, സൈഡ് മിറർ, ഇലക്ട്രോണിക് എല്ലാം വരുന്നുണ്ട്. അതിൽ കസ്റ്റം സ്റ്റീരിയോ വരുന്നുണ്ടായിരുന്നില്ല. അതിൽ കസ്റ്റം അഡീഷണൽ ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസറും ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് ഉണ്ടാവും? എയർ ബാഗ് വരില്ല. 13 മോഡൽ. 13 മോഡൽ റാപ്പിഡ് 1,05,000 കിലോമീറ്റർ, 3rd ഓണർഷിപ്പ്, ഒറിജിനൽ കേരള വണ്ടിയാണ്. റേറ്റ് വരുന്നത് 2,48,000. ഓഫർ പ്രൈസ് ആണ്. 2,48,000 രൂപയ്ക്ക് 2013 ഡീസൽ ആക്റ്റീവ് റാപ്പിഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതില് ഇപ്പൊ സൗണ്ടോ കാര്യങ്ങളോ? നല്ല വണ്ടി, ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. മൈലേജ് ഉണ്ടാവില്ല. മൈലേജ് 20+ മൈലേജ് കിട്ടും. ലോൺ ഏകദേശം ഒരു 2 lakhs അടുപ്പിച്ച് ചെയ്യാം. 180-2 lakhs ആ ലോൺ. അത്യാവശ്യം പവറും വെയിറ്റും എല്ലാം വരുന്ന വാഹനമാണ്. ഡ്രൈവിംഗ് കംഫർട്ട് എന്തായാലും ഉണ്ടാവില്ല. എന്തായാലും ഉണ്ടാവും. ആവറേജ് സർവീസ് കോസ്റ്റ് ഒരു 7,000 മുതൽ ഒരു 10 വരെ വരും. ഏകദേശം പോളോന്റെ സെയിം സർവീസ് കോസ്റ്റ് വരും. അതന്നെ. പിന്നെ ലോൺ എത്ര കയറുമോ? ലോൺ 180, 180 വരെ കയറും. 180 ചെയ്യാൻ പറ്റും. ഓക്കെ, Volkswagen Ameo ആണ്. പോളോയുടെ സെഡാൻ കാറ്റഗറി. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനം. ഡീസലാണോ പെട്രോളോ? ഡീസലാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ഡീസൽ. ഇത് ലോണ് റിജക്ട് ആയി പോയതാണ്. ലോൺ ഇത് 99,000 കിലോമീറ്റർ, ഹൈലൈൻ ഓട്ടോമാറ്റിക് 7 സ്പീഡ് ഓട്ടോമാറ്റിക് ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി. 2016 മോഡൽ 17 രജിസ്ട്രേഷൻ. 17 രജിസ്ട്രേഷൻ വരുന്ന ഓട്ടോമാറ്റിക് ഡീസൽ Ameo ആണ്. ഏറ്റവും ടോപ്പ് ആണ് അല്ലേ? ഏറ്റവും ടോപ്പ് അലോയ്സ് എല്ലാം വരുന്ന അലോയ്സ്, ഡ്യുവൽ എയർ ബാഗ്, ABS, റിവേഴ്സ് ക്യാമറ, സെൻസർ, DSG ഗിയർ ബോക്സ് ആണ് വരിക. DSG 7 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരിക. അതിന്റെ പെർഫോമൻസ് അങ്ങനെ ഉണ്ടാവും അല്ലേ?
നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പോ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു? ഇല്ല, ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി സർവീസ് ആണ്. നമ്മൾ അന്ന് തന്നെ ഫൈനൽ റേറ്റ് അല്ലേ വീഡിയോയിൽ പറഞ്ഞല്ലേ? കഴിഞ്ഞ വീഡിയോയിലും അതെ ഫൈനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ചെറിയ റേറ്റ് വ്യത്യാസത്തിന് ചെയ്ത് കൊടുക്കാം. കാരണം അത് അങ്ങനെ ലോണ് നടക്കാതെ പോയി. അപ്പോൾ ഇത് നമുക്ക് ഫൈനലായിട്ട് 4,78,000 രൂപ കൊടുക്കാം. 4,78,000 2016 മോഡൽ 17 രജിസ്ട്രേഷൻ ഹൈലൈൻ ഡീസൽ ഓട്ടോമാറ്റിക് എമിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിന്റെ അകത്ത് ഏകദേശം 4 ലക്ഷം രൂപ നമുക്ക് ലോണും ചെയ്യാം. 78,000 കണ്ട ഇറക്കാം. 78,000 കണ്ട ഇറക്കാം. പിന്നെ സർവീസ് കോസ്റ്റ് കമ്പനിയിൽ ചെയ്യാൻ 10-15,000 രൂപ വരും. ഒരു 5-16 മൈലേജ് എന്തായാലും ഉണ്ടാവില്ല. അല്ല, അതിന് മുകളിൽ കിട്ടും. ഏകദേശം 18-20 ആ റേഞ്ചിൽ ഓട്ടോമാറ്റിക് ഡീസൽ കിട്ടും. ടൗണിൽ ഒരു 15 ഒക്കെ കിട്ടുള്ളൂ. ഹൈവേയിൽ 18-20 എന്തായാലും കിട്ടും. അത്രേ ഉള്ളൂ. അപ്പോ വണ്ടി ഇവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മിസ്സായി പോയ ആരെങ്കിലും? കഴിഞ്ഞ പ്രാവശ്യം കുറെ ആൾക്കാർ ഈ വണ്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ അപ്പൊ അതിന് നടുവിൽ ഒരാള് ടോക്കൺ തന്ന് അങ്ങനെ ലോണിന് പോയി. അതിന് ലോൺ കിട്ടിയതുമില്ല. അപ്പൊ നല്ലൊരു ഓട്ടോമാറ്റിക് കോമ്പാക്ട് സെഡാൻ ഡീസൽ വാഹനമാണ്. താല്പര്യം പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ഫോർഡ് ആസ്പയർ ആണ്. KL7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനം. അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 ആസ്പയർ സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 82,000. ഫുൾ കമ്പനി സർവീസ് ആണ്. 80 സർവീസ് ചെയ്തിട്ടുണ്ട്. ടയേഴ്സ് ഒക്കെ ഗുഡ് ആണ്. ഒരു 70-80% ടയേഴ്സ് ഉണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. അതിന്റെ ട്രെൻഡ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ബേസ് ആണ്? അല്ല, ബേസ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ വേരിയന്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ആംബിയന്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ട്രെൻഡ് വരുന്നത് മൂന്നാമത്തെ വർഷം. ഓക്കെ. ഇതിന്റെ അകത്ത് ഒരുവിധ എല്ലാ സാധനം വരും. 4-door പവർ വിൻഡോ, സെന്റർ ലോക്ക്, AC പോസ്റ്റർ, ഡ്യുവൽ എയർ ബാഗ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, കമ്പനി മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോളും വരും. അതിൽ വരാത്തത് എന്ന് പറഞ്ഞാൽ എലോയ വരാത്തത്. അത് എലോയ കസ്റ്റമർ ഇട്ടിട്ടുണ്ട്. ഫോർഡിന്റെ OE എലോ ഇട്ടിട്ടുണ്ട്. ഫോഗ് ലാമ്പും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം ടൈറ്റാനിയത്തിന്റെ പോലെ ആക്കിയിട്ടുണ്ട്. ബാക്കിൽ ടൈറ്റാനിയത്തിന് എംബ്ലം ഒട്ടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല ടൈറ്റാനിയാണെന്ന് വിചാരിക്കില്ല. അതിൽ മിസ് ഔട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ക്ലൈമറ്റേസ് ഉണ്ടാവില്ല. ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഓക്കെ. അപ്പോ ഡീസൽ പറഞ്ഞ ഡീസൽ 82,000 ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. റീപ്ലേസ്മെന്റും ഇല്ല. എത്ര മൈലേജ് കിട്ടും? മൈലേജ് 20+ കിട്ടും. 20-22 ആ റേഞ്ചിലെ മൈലേജ് കിട്ടും. സർവീസ് കോസ്റ്റ് ഒരു 5-6 ആ റേഞ്ചിലാണ്. 5,000-6,000 രൂപ സർവീസ് കോസ്റ്റ് വരും. ലോൺ നമുക്ക് ഒരു പ്രൈസ് വരുന്നത് 3,48,000 അതിൽ 2,60 വരെ നമുക്ക് ലോൺ ചെയ്യാം. 2,60 വരെ ചെയ്യാം. ഏകദേശം ഒരു 90,000 രൂപ ആ റേഞ്ചിൽ കണ്ടാൽ ഇറക്കാൻ പറ്റിയ ഒരു വണ്ടി. അടിപൊളി വാഹനമാണ്. അത് ഫിക്സഡ് പ്രൈസ് ആണ്. 3,48,000. ഓക്കെ, ഫിക്സഡ് ആണ്. ഫൈനലാണ്. അതുപോലെ നമ്മൾ പറഞ്ഞതല്ല, ഒരു ഇതൊക്കെ ഫിക്സഡ് ആണ്. ഏതെങ്കിലും ചെറിയ മാറ്റം വരുത്താം. ഇങ്ങനെ ബഡ്ജറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫിക്സഡ് ആണ്. അതെ. ഹോണ്ട സിറ്റി KL71 വയനാട് സുൽത്താൻ ബത്തേരി ആണോ നിലമ്പൂരാണോ? നിലമ്പൂർ. അപ്പൊ കൺഫ്യൂഷൻ ആയി. ഇത് 2017 റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 17 റീ ആയതാണ്. 17 മോഡൽ റീ രജിസ്ട്രേഷൻ വണ്ടി. ഓക്കെ. 20 റീ ആയതാ. 2020 2021 റീ ആയതാ. ഇത് ഡീസൽ XV എന്ന് പറഞ്ഞ വേരിയന്റ്. XV വീന്റെ മേലെ വരുന്നത്? അല്ല, വീന്റെ താഴെ. വീന്റെ അകത്ത് ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ SV ആണോ XV ആണോ? SV അല്ലേ? അതില് വ്യത്യാസം എന്ന് വെച്ചാൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല, എലോയ്സ് ഉണ്ടാവില്ല, ലെതർ സീറ്റ് ഉണ്ടാവില്ല. ആ 3 സാധനങ്ങൾ ഉണ്ടാവുക അതില്. പക്ഷെ ഇതിൽ എലോയ്സ് കസ്റ്റമർ ഒറിജിനൽ ഹോണ്ട എലോയ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ടോപ്പനിലേക്ക് വരുമ്പോ ZX-ലേക്ക് വരുമ്പോ ആ ടൈമിൽ ZX ഇല്ല. ആ ടൈമിൽ VX ആണ്. 17 17 18 വരുന്നത്. 18 വരുന്നത്. VX-ന് സൺറൂഫ് വരും. VX-ന് വരുന്നുണ്ട്. ഓക്കെ. ഇതില് ഇപ്പൊ 2017 റീ വണ്ടിയാണ്. കിലോമീറ്റർ 99,000 ആണ് മീറ്ററിലുള്ളത്. ഹിസ്റ്ററിയിൽ 82 വരെയിട്ടുണ്ട്. കറക്റ്റ് ആണോ അല്ലയോ ഞാൻ പറയുന്നില്ല. പക്ഷെ ഹിസ്റ്ററി 82,000 വരെ പോയിട്ടുണ്ട്. അത് ലാസ്റ്റ് ഡേറ്റ് അറിയാമോ? 22-21 ഉണ്ട്. പക്ഷെ കറക്റ്റ് ആയേക്കാം. പക്ഷെ നമ്മൾ പറയുന്നില്ല. ഇതില് 10-20,000 കിലോമീറ്റർ ചിലപ്പോൾ കൂടുതൽ ഉണ്ടാവാനേ ചാൻസ് ഉള്ളൂ. കൂടി വന്നാലും അത്ര ഉണ്ടാവും. വലിയ ഓട്ടം ഓടിയ പോലെ തോന്നില്ല. ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ റീവണ്ടിന്റെ ട്രേഡ് മാർക്ക് ആയിട്ട് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്. പിന്നെ ഫീച്ചേഴ്സിന് AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ, സെന്റർ ലോക്ക്, ക്ലൈമറ്റ് AC, പവർ മിറേഴ്സ്, എയർ ബാഗ്, ABS. മൈലേജ് കൂടെ പറഞ്ഞു. മൈലേജ് 21-25 ആ റേഞ്ചിൽ മൈലേജ് കിട്ടും. സിറ്റിയിൽ എന്തായാലും ഒരു 18 വരെ മൈലേജ് കിട്ടും. ഡീസൽ സിറ്റിയാണ്. പറഞ്ഞു എത്ര കൊടുക്കാം? ഇത് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് 5,88,000 രൂപ കൊടുക്കാം. ഇപ്പൊ കേരള വണ്ടി ആയിക്കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ടേക്ക് ഒരു 5-ന്റെ പൈസയുടെ ടാക്സോ കാര്യങ്ങളോ നിങ്ങൾ അടക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കുറഞ്ഞ വിലക്ക് ഒരു അടിപൊളി ഹോണ്ട സിറ്റി സ്വന്തമാക്കാം. ഇതിപ്പോ ഒറിജിനൽ കേരള വണ്ടി അടിച്ചാൽ ഒരു 8.5 ലക്ഷം രൂപ വരെ കൊടുക്കേണ്ടി വരും. മാർക്കറ്റ് വരും. ഇതിപ്പോ ഇനിയിപ്പോ മഹാരാഷ്ട്ര ഡൽഹിന്നോ ഈ വണ്ടി എടുക്കാൻ വെച്ചാലും എനിക്ക് തോന്നുന്നത് 5 ലക്ഷം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. അതിൽ കുറച്ചിട്ട് എന്തായാലും വണ്ടി ഇല്ല. ഒരു 1.5-2 ലക്ഷം രൂപ ടാക്സ് അടക്കാനും ഉണ്ടാവും. അതെ, ഇവിടെ ഇത് ആയി കഴിഞ്ഞു. ഇത് ഓൾറെഡി ആയി കഴിഞ്ഞു. പിന്നെ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കാനില്ല. ക്വാളിറ്റി വണ്ടിയാണ്. ഏകദേശം കേരള വണ്ടിന്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉള്ള വണ്ടിയാണ്. ഓക്കെ.
വേറെ പണി കാര്യങ്ങളൊന്നുമില്ല. ലോൺ എത്ര വരും? ലോണ് ഒരു 4.5 മുതൽ ഒരു 4.25 വരെ ചെയ്യാം. സർവീസ് കോസ്റ്റ് ഏകദേശം ഒരു 6 രൂപ 7 രൂപ കമ്പനിയിൽ നിന്ന് ചെയ്യാൻ ആവറേജ് സർവീസ് കോസ്റ്റ് വരും. ഓക്കെ. വേറെ മെക്കാനിക്കലി എല്ലാം ഓക്കെയാണ്. 4 ടയർ ഫുൾ ഉണ്ട്, പുതിയ ടയറാണ്, ബാറ്ററിയും പുതിയതാണ്. ആ ഭാഗത്തേക്കൊന്നും ചിന്തിക്കണ്ട. ഇല്ല, കാർ എടുക്കുക ഓടുക. മാക്സിമം ഒരു ഓയിൽ ചേഞ്ച് മാത്രം ചെയ്യാം, വേറെ ഒരു വർക്കും ചെയ്യാനില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനവും ഫിയറ്റിന്റെ പൂണ്ടോ ഇവോ ആണ്. KL10 മലപ്പുറം രജിസ്ട്രേഷൻ വാഹനമാണ്. ഓക്കെ, നല്ല അടിപൊളി ഒറിജിനൽ പെയിന്റ് ആണ് കണ്ടിട്ടില്ല. ഓൾമോസ്റ്റ് ഫുൾ ഒറിജിനൽ പെയിന്റ് ആണ്. ഓക്കെ, എങ്ങനെ 2014 ഇവോ. 14 ഇവോയില് ഇമോഷൻ എന്ന് പറഞ്ഞ വേരിയന്റ്, അതിന് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, ഫുൾ ഓപ്ഷനിൽ അതിൽ എയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗ്, ABS, എലോയ്സ്, AC പവർ, AC ക്ലൈമറ്റ് AC ആവും, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും. കമ്പനി മ്യൂസിക് സിസ്റ്റം വരും, സ്റ്റിയറിംഗ് കൺട്രോൾ വരും, ഒരു എല്ലാ ഫീച്ചേഴ്സും വരും. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്, ഒറ്റ ആൾ ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. 1 lakh+ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിന്റെ ഓഡോമീറ്റർ കംപ്ലൈന്റ് ആയിട്ട് റീപ്ലേസ് ചെയ്താണ്. 1 lakh+, അതിൽ 82 ആണ് ഉള്ളത്, പക്ഷെ വണ്ടി 1 lakh+ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ഒറിജിനൽ ആണ്. ടയർസ് 4 ബ്രാൻഡ് ന്യൂ ടയർസ് ആണ്. ഓക്കെ, ബാറ്ററിയും ബ്രാൻഡ് ന്യൂ ആണ്. വർക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കാനില്ല, നല്ല വണ്ടിയാണ്. നല്ലൊരു അടിപൊളി പൂണ്ടോ ഇവോ ആണ്. 2014 മോഡൽ ഇമോഷൻ ഡീസൽ വാഹനം. ഒരു 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും അല്ലേ? കിട്ടലുണ്ടാവില്ല, ഒരു 16 മുതൽ 17 റേഞ്ചിൽ കിട്ടും. കുറച്ചും കൂടെ വെയിറ്റ് കൂടി വണ്ടിയല്ലേ, അത്ര മൈലേജ് എന്തായാലും മൈലേജ് പോളാൻഡ് ഒക്കെ ഒരു ലെവലല്ലേ, പക്ഷെ മൈലേജ് അത്ര കുറച്ചും കൂടെ വെയിറ്റ് ഉള്ള വണ്ടിയല്ല. 16-17 അത്ര പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ സർവീസ് ചെയ്യാനുണ്ട്, അടുത്ത സർവീസ് ചെയ്യാനായിട്ടുണ്ട്. ഓയിൽ കാര്യങ്ങൾ മാറാനുണ്ട്. ഒരു 10 രൂപ സർവീസ്, EGR ക്ലീൻ ചെയ്യുക, അങ്ങനെ ഒരു എക്സ്പെൻസീവ് ഉണ്ടാവും. ടൈമിംഗ് ചെയിൻ മാറിയതാണ്, ക്ലച്ച് മാറിയതാണ്. ഓക്കെ, ടൈമിംഗ് ചെയിൻ ഒരു 15,000 കിലോമീറ്റർ, നെക്സ്റ്റ് ഒരു 50,000 മാറണ്ട. ക്ലച്ച് ഒരു 10-60,000 കിലോമീറ്ററിൽ മാറണ്ട. സർവീസ് ചെയ്യണം. എത്ര കൊടുക്കാം? ഇത് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് 2,38,000 രൂപ കൊടുക്കാം. 2,38,000 ഒരു അടിപൊളി ഡീസൽ വാഹനം, ഫുൾ ഓപ്ഷൻ ഡീസൽ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കി. 2014 മോഡൽ ഡീസൽ ഫിയറ്റ് പൂണ്ടോ ഇവോ ആണ്. നേരത്തെ നമ്മള് അവെഞ്ചർ പറഞ്ഞ പോലെ ഇതിന് ലോൺ കിട്ടൂല. ഫിയറ്റിന്റെ വണ്ടിക്ക് ലോൺ കിട്ടാൽ വളരെ പ്രയാസമായിരിക്കും. കുറെ ആൾക്കാർ വിളിച്ച് നമ്മളോട് ചോദിക്കും, അത് എന്തുകൊണ്ടാണ് ലോൺ ചെയ്യാൻ പറ്റാത്ത? 14-16 മോഡൽ ഉണ്ടല്ലോ എന്നാ. പക്ഷെ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫിയറ്റ് പ്രൊഡക്ഷൻ നിർത്തി പോകാനെ കൊണ്ടാണ്. അതേപോലെ ഫോർഡിന്റെ ചില വണ്ടികൾക്കും ലോൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം എക്കോസ്പോർട്ട് ഇപ്പം ആസ്പാറിനൊക്കെ ലോൺ കിട്ടും, പക്ഷെ ഇപ്പം ഫ്രീസ്റ്റൈൽ ലോൺ കിട്ടും, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേപോലെ പഴയ ഫിയസ്റ്റ, അതിനൊക്കെ ലോൺ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മോഡൽ ചിലപ്പോൾ 14-15 കിട്ടുണ്ടോ ഫിയസ്റ്റ, പക്ഷെ ലോൺ കിട്ടാൻ ബുദ്ധിമുട്ട്. നാട്ടിലുള്ള ടാറ്റയ്ക്ക് വരെ ലോൺ കിട്ടുന്നില്ല, പിന്നെ എന്താ പറയാ. അതാ, അപ്പൊ അങ്ങനത്തെ കാറ്റഗറിയിലുള്ള വണ്ടിയാണ്, ലോൺ ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ടാറ്റയുടെ ചില വണ്ടികൾക്ക് ലോൺ കിട്ടുന്നില്ല. ഇപ്പോഴും നിലവിൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലുള്ള വാഹനങ്ങളാണ്, അതിന് ചിലതിന് ലോൺ കിട്ടുന്നില്ല. അതേ എടുത്ത് പറഞ്ഞത് പിന്നെ ചെറിയ എമൗണ്ടിന്റെ വണ്ടിയാണല്ലോ, പിന്നെ അതേപോലെ ഡീസൽ വണ്ടിയാണല്ലോ. അതെ, ഇപ്പം ഇപ്പോഴത്തെ പുതിയ ഡീസൽ വണ്ടി വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് വളരെ കുറവാണ്. അതെ, അപ്പോൾ ഡീസൽ വണ്ടിയിൽ ഇപ്പോൾ കുറെ പ്രശ്നങ്ങളുണ്ട്. DPFന്റെ പ്രശ്നങ്ങളും DPF ഫിൽറ്ററും കാര്യങ്ങളെല്ലാം വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ അതൊന്നും ഈ പഴയ മോഡൽ വണ്ടികൾക്ക് ആ പ്രശ്നമൊന്നും വരില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി അടുത്ത സ്റ്റോക്ക് എപ്പോഴാണ് കയറാം? അടുത്ത സ്റ്റോക്ക് ഒരു മാസത്തിനുള്ളിൽ നമുക്ക്. ഒരു മാസത്തിനുള്ളിൽ. അപ്പൊ എന്തായാലും ഈദുൽ ഫിത്തർ അതേപോലെ തന്നെ വിഷു രണ്ടിനും ഓഫർ ആയിട്ട് നമുക്ക് കൂടിയുള്ള രണ്ടിനും കൂടിയുള്ള ഓഫറാണ് ഈ ഒരു സ്റ്റോക്കുകൾ. ഇനി വീഡിയോ ചെയ്യുന്ന സ്റ്റോക്കാണ് പറഞ്ഞത്, അല്ലാണ്ട് സ്റ്റോക്കിങ് കുറച്ച് വണ്ടി ടൈറ്റ് ആണ് കിട്ടാൻ, മാർക്കറ്റിൽ കുറച്ച് വണ്ടി ടൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഞങ്ങൾ അത്യാവശ്യം നല്ലോണം നോക്കിയിട്ട് വണ്ടി എടുക്കല്, മാക്സിമം നല്ല വണ്ടി നോക്കിയിട്ടാണ്. നല്ല വണ്ടി, അതേപോലെ ഒരു റീസണബിൾ പ്രൈസിന് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് എടുക്കല്. വലിയ റേറ്റ് ചെയ്യാൻ ഒരു ചെറിയ മാർജിൻ പ്രോഫിറ്റ് എടുത്തിട്ട് മാക്സിമം ചെയ്തിട്ടാണ് വണ്ടി വരുന്നത്. എല്ലാവർക്കും കാർ, എല്ലാവർക്കും നല്ലൊരു കാർ വേണം. അതെ, നമ്മളുടെ സ്വപ്നം. അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാത്തെയും പോലെ തന്നെ ഷെയർസ് പോട്ടെ, ലൈക്ക് വരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നെ കമന്റ്സിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. വാട്സപ്പ് ചാനലിലെ ലിങ്ക്, ഇൻസ്റ്റാഗ്രാം പേജ്, അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതെല്ലാം ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് തരിക. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്കും ആർക്കും വളരാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി. അന്നത്തെ താങ്ക്സ് ജൂനിയർ, താങ്ക്സ്. ഓക്കെ, ബൈ.